ഇന്നലെ ബജറ്റ് ചർച്ചയ്ക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി പ്രസംഗം അക്ഷരാർത്ഥത്തിൽ സഭയെ ഇളക്കിമറിക്കുന്നതായിരുന്നു. 1 മണിക്കൂർ 17 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗം ഭരണപക്ഷത്തെ ആവേശഭരിതമാക്കി. ആദ്യന്തം ഡെസ്കിൽ കൈയടിച്ചാണ് UDF MLA-മാർ പ്രസംഗത്തിന് പിന്തുണ നൽകിയത്. പ്രസംഗത്തിനിടയിൽ പലതവണ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും കൊമ്പുകോർത്തു. കഴിഞ്ഞ 5 വർഷം പിണറായി മുഖ്യമന്ത്രിയും സതീശൻ പ്രതിപക്ഷ നേതാവുമായിരിക്കെ കണ്ടതിൻ്റെ തനി ആവർത്തനം. ഒരേയൊരു മാറ്റം, ഇരുവരുടെയും കസേരയുടെ സ്ഥാനങ്ങൾ മാറി എന്നത് മാത്രമാണ്. ഏറ്റുമുട്ടൽ ഇപ്പോഴും സഭയിൽ തുടരുന്നു. പ്രസംഗത്തിനിടെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും മറുവാദം ഉന്നയിച്ചാൽ അത് പറയാൻ മുഖ്യമന്ത്രി വഴങ്ങിക്കൊടുക്കും. അത് ആരായാലും. അതാണ് സഭയിലെ കീഴ്വഴക്കവും. ഇന്നലെ സതീശൻ കഴിഞ്ഞ സർക്കാരിനെ കടന്നാക്രമിച്ച് സംസാരിക്കുന്നതിനിടെ മറുവശത്ത് നിന്ന് മുൻ ധനമന്ത്രി KN ബാലഗോപാൽ ഇടപെടാൻ ശ്രമിച്ചു. നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. എന്നാൽ താൻ ഇപ്പോൾ വഴങ്ങുന്നില്ലെന്നും പിന്നീട് അവസരം തരാമെന്നും സതീശൻ പറഞ്ഞു. അത് അംഗീകരിക്കാതെ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രതിപക്ഷം ബഹളം വെച്ചു. തുടർന്ന് വളരെ ക്ഷോഭിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഇങ്ങനെ തടസ്സപ്പെടുത്തരുതെന്ന് പറഞ്ഞ സതീശൻ പിന്നീട് ഇംഗ്ലീഷിൽ ഒരു ഡയലോഗ് കാച്ചി. "I am on my legs. You have no right to interrupt" എന്നായിരുന്നു സതീശന്റെ ആ വാചകം. ഉടനെ പ്രതിപക്ഷ നേതാവ് എണ്ണീറ്റ് ഇതിനെതിരെ പ്രകോപിതനാകുന്നതാണ് കണ്ടത്. സ്പീക്കർ ഇടപെട്ട് ശാന്തനാക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. "യു ഹാവ് നോ റൈറ്റ് എന്ന് പറഞ്ഞാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്" എന്നായിരുന്നു പിണറായിയുടെ ചോദ്യം. പ്രതിപക്ഷത്തിന് അവകാശമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നാക്കി പിണറായി. ആ വാചകത്തിന്റെ അവസാനമുള്ള വാക്കുകൾ അദ്ദേഹം കേട്ടില്ലെന്നാണ് തോന്നുന്നത്. തുടർന്ന് അതിന്റെ അർത്ഥം പൂർണ്ണമായി അദ്ദേഹത്തിന് സ്പീക്കർ പറഞ്ഞുകൊടുത്താണ് പ്രശ്നം സോൾവ് ചെയ്തത്. അതിന്റെ വീഡിയോ കാണാം. ഇതെല്ലാം അവതരിപ്പിച്ചു. ഇത് ശല്യപ്പെടുത്താൻ പറ്റില്ല. നിങ്ങൾക്ക് അത് അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചതിന് ശേഷം ആ പണം, അതാണ് അതേ നയമാണ് ഈ ഗവൺമെന്റിന്. അങ്ങ് ശല്യപ്പെടുത്തരുത്. അങ്ങ് ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പോളിസി ശല്യപ്പെടുത്തരുത്. ഒരു ഗവൺമെന്റ് പറയട്ടെ. അങ്ങെന്തിനാ അസ്വസ്ഥരാകുന്നത്? അങ്ങിരിക്കും. ഞാൻ അങ്ങക്ക് വഴങ്ങാന്ന്. ഞാൻ അങ്ങക്ക് വഴങ്ങാം. ഒരു മര്യാദ ഉണ്ട്. ഞാൻ എന്റെ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് വഴങ്ങാം. അങ്ങേ പോലെ ഒരാൾ എഴുന്നേറ്റ് ഞാൻ വഴങ്ങായിരിക്കോ? ഞാൻ വഴങ്ങാം. അങ്ങ് പ്രക്ഷുബ്ധനാവല്ലേ, ശോഭിക്കല്ലേ, അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ്. I am on my legs. You don't have any right. No to interrupt. No. ശാന്തായിട്ടിരിക്കാം. പറഞ്ഞല്ലോ ഒരു ഗവൺമെന്റ് നയം പറയല്ലേ, ആ നയം സഭയെ അറിയിക്കല്ലേ. അത് കേൾക്കൂ. വിയോജിപ്പുണ്ടാകാം, അത് വേറെ പ്രശ്നം. പക്ഷെ ഒരു ഗവൺമെന്റ് നയമല്ല പറയുന്നത്. ആ നയം മുഖ്യമന്ത്രിയല്ല വിശദീകരിക്കേണ്ടത്. ആ നയം വിശദീകരിക്കല്ലേ. ഒരു ശാന്തമായിരിക്കൂ. ഇവിടെ നടന്ന 3 ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ നയത്തോട് വിയോജിപ്പ് കാണും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കംപ്ലീറ്റ് ചെയ്യാൻ അനുവദിച്ചിട്ടല്ലേ. അതിന് നമ്മൾ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കിയാൽ അതിന്റെ അർത്ഥം എന്താ? ആ നയം എന്താണെന്ന് അറിയണ്ട എന്നുള്ള നിലയിലാണോ? അതുകൊണ്ട് മുഖ്യമന്ത്രി പറയട്ടെ, ഈ ഗവൺമെന്റ് നയം എന്താണ് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് ശാന്തമായി കേൾക്കൂ. എന്താ പ്രതിപക്ഷ നേതാവ് എന്തോ പറയാൻ? ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ നേരിടേണ്ടത് ഇങ്ങനെയല്ലോ. യു ഹാവ് നോ റൈറ്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തെ നേരിടേണ്ടത്? അങ്ങനെയാണോ പ്രതിപക്ഷത്തോട് സംസാരിക്കേണ്ടത്? കേൾക്കോ, അങ്ങ് ശാന്തമായി കേൾക്കൂ. അങ്ങ് 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങയുടെ ഗവൺമെന്റ് നയം അവസാനമായി പറയാനുള്ള അധികാരം അങ്ങേക്ക് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ഈ സഭയെ അറിയിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ദയവായിട്ട് അങ്ങ് ഇതിനോട് സഹകരിക്കും. വിയോജിപ്പുണ്ടാകാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വിയോജിപ്പുണ്ടെങ്കിൽ അപ്പപ്പോ നമ്മളൊരു വാഗ്വാദം നടത്തി അതിന്റെ പേരിൽ ഒരു ഡിബേറ്റ് നടത്തി പോകല്ല. അദ്ദേഹം ആ നയം വിശദീകരിക്കട്ടെ.
ആ നയത്തോട് എന്ത് കാരണത്താൽ വിയോജിപ്പുണ്ട് എന്ന് പറയാൻ പിന്നീട് സമയമുണ്ടല്ലോ. അതുകൊണ്ട് ദയവായിട്ട് മുഖ്യമന്ത്രി ആ നയം എന്താണ് എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു അവകാശം നമ്മൾ നയം വിശദമാക്കുന്നതിനൊന്നും വിശദീകരിക്കട്ടെ. സർ നയം വിശദമാക്കുന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഏത് ഗവൺമെന്റും ആ ഗവൺമെന്റ് നയം വിശദമാക്കണമല്ലോ. അത് മുഖ്യമന്ത്രി തന്നെയാണല്ലോ സംസാരിക്കേണ്ടത്. അതിനെയൊന്നും ഞങ്ങൾ തടസ്സപ്പെടുന്നില്ല. ഇവിടെ അദ്ദേഹം കേരളം എത്തിച്ചേർന്ന ഒരു സ്ഥിതിയെ വിശേഷത്തെ പറ്റി പറഞ്ഞു. അതാണ് ബഹുമാനപ്പെട്ട ബാലഗോപാൽ ചോദ്യം ചെയ്തത്. അത് CAG റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അത് പറയാനാണ് അദ്ദേഹം നോക്കിയത്. ആ കാര്യത്തിൽ അദ്ദേഹം വഴങ്ങാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് യു ഹാവ് നോ റൈറ്റ് എന്നാണ്. അങ്ങനെയാണ് ഒരു സമീപനം സ്വീകരിക്കേണ്ടത്. അതാണ് പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് ഞാൻ പറയാം. യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്നേ പറഞ്ഞുള്ളൂ. ഇന്ററപ്റ്റ് ചെയ്യാൻ കേക്കോ അദ്ദേഹത്തിന് 90 മിനിറ്റ് ആ ഗവൺമെന്റിനുള്ള ആ 90 മിനിറ്റിനകത്ത് നിന്ന് അദ്ദേഹം സംസാരിക്കാണ്. യു ഹാവ് നോ റൈറ്റ് ടു ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററപ്റ്റ് ചെയ്യുന്നതിന് അവകാശമില്ല എന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ദയവായിട്ട് അത് കേൾക്കൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടരും. സാർ, ഞാൻ വളരെ കൃത്യമായിട്ട് അദ്ദേഹം എഴുന്നേറ്റപ്പോൾ തന്നെ അദ്ദേഹത്തിന് വഴങ്ങാം. ലെറ്റ് മീ കംപ്ലീറ്റ് മൈ പോയിന്റ് എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രി ആയി അങ്ങ് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ അങ്ങോട്ട് പറയാറുണ്ട് വഴങ്ങാം എന്ന് പറയുമ്പോൾ ഇദ്ദേഹം അങ്ങയുടെ അടുത്തിരിക്കുന്ന ഈ അംഗം ബഹളം ഉണ്ടാക്കിയതുപോലെ ഞാൻ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പൊ ഞാനിരിക്കും. അപ്പൊ അങ്ങ് ഇരുന്ന് തരും, അങ്ങ് എനിക്ക് വഴങ്ങിത്തരും. ഞാൻ എപ്പോഴെല്ലാം എഴുന്നേറ്റിട്ടുണ്ട് പ്രതിപക്ഷ നേതാവായി, അന്നെല്ലാം മുഖ്യമന്ത്രിയായിരുന്നു അങ്ങ് വഴങ്ങി തന്നിട്ടുണ്ട്. ഞാൻ വഴങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം നിരന്തരമായി ഞാൻ പ്രസംഗിക്കുമ്പോൾ എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ബഹളം ഉണ്ടാക്കി. അങ്ങേ പോലെ ഒരാൾക്ക് യോജിച്ചല്ല. ബൈ ലെക്സ് എന്ന് പറഞ്ഞാൽ അതൊരു പാർലമെന്ററി വേർഡാണ്. ആ പാർലമെന്ററി വേർഡ് നിങ്ങൾ പരിശോധിച്ചാൽ മതി. പഴയ പാർലമെന്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ഒക്കെ പ്രസംഗിച്ചത് എനിക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. സാർ ഇതിന്റെ അകത്തെ പോയിന്റ്, ഞങ്ങളൊരു പുതിയ ഇക്കണോമിക് മോഡൽ ഉണ്ടാക്കിയ അത് സ്വകാര്യ